ആയിഷ നല്ലവളാണ്, എന്റെ ആയിഷാനെ എനിക്ക് വിശ്വാസമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ച് ഒരു നാട് മുഴുവനും അപവാദം പറഞ്ഞു വരുത്തുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്കാണ്, എനിക്ക് എന്റെ ആയിഷയെ വിശ്വാസമാ, എന്റെ ഭാര്യ നല്ലവളാ, എന്റെ ഭാര്യ നല്ലവളാ. ഈ വാഴ്ച കേൾക്കാമെന്ന സഹോദരിമാരേ, നെഞ്ചത്ത് കൈവച്ചിട്ട് നിനക്ക് പറയാൻ കഴിയുമോ നിന്റെ ഭർത്താവ് അങ്ങനെ പറയുമെന്ന്? ഉസ്താദേ, എന്റെ ഭാര്യ സ്വാലിഹത്താ ഉസ്താദേ, അവൾ അല്ലാഹുവിനെ പേടിയുള്ളവളാ ഉസ്താദേ, എന്റെ റബ്ബെനിക്ക് തന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്റെ ഭാര്യ. ഇതുപോലെ ഒരു സ്വാലിഹത്തായ ഭാര്യ എന്റെ റബ്ബെനിക്ക് തന്നല്ലോ എന്ന് നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ച് പറയുമെന്ന് തോന്നുന്നുണ്ടോ? എന്റെ സഹോദരിമാരോട് ചോദിക്കുകയാ, നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ച് എങ്ങനെ പറയുമോ? പെങ്ങള് 101% നിനക്കറിയാമില്ലെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറയുന്ന ഒരു സമയം വന്നാലും അങ്ങനെ നിന്നെ കുറിച്ച് പറയുന്ന അല്ലാഹുവിന്റെ മുമ്പിൽ വരുമ്പോ പറയണം, പടച്ചവരെ ഇവിടെ നല്ലവളാണ്, ഇവിടെ നല്ലവളാണ്, എന്നെ നന്നാക്കിയവൾ ഇവളാ പടച്ചവര്, എന്റെ ജീവിതത്തിൽ മാറ്റം വരാൻ ഇവളാണ് കാരണം, ഇവൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ, ഇവൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ എന്ന് നാളെ പടച്ച റബ്ബിനോട് പറഞ്ഞു നിനക്ക് സ്വർഗം വാങ്ങി തരുമെന്ന് തോന്നുന്നുണ്ടോ പെങ്ങളെ? എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, സ്നേഹമുണ്ടാകണം സഹോദരാ, വിശ്വാസമുണ്ടാകണം സഹോദരാ. ഏതെങ്കിലും ഒരുത്തം പറയുന്നത് കേട്ടാൽ നിന്റെ ഭാര്യ മെസ്സേജ് എഴുതി, നിന്റെ ഭാര്യ ഫോൺ വിളിച്ചു, നിന്റെ ഭാര്യ അവന്റെ കൂടെ കറങ്ങാൻ പോയി, ഏതെങ്കിലും ഒരുത്തം പറയുമ്പോ വാരിക്കെട്ടി പോകാൻ പറയുന്നത് ശരിയാണോ ചെറുപ്പക്കാരാ? 20 കൊല്ലം നിന്റെ കൂടെ കടന്നവളല്ലേ, 20 വർഷം നിന്റെ കൂടെ ജീവിച്ചവളല്ലേ, എന്തേ നിനക്ക് വിശ്വാസമില്ലാതെ പോയത്? ആരെങ്കിലൊക്കെ എന്തേലും പറഞ്ഞാ മതി, പൊക്കോ വാരിക്കെട്ടി പൊക്കോ, ഞാൻ വരുന്നതിന് മുമ്പ് പൊക്കോളാനാ പറയാ. അള്ളാന്റെ റസൂല് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ച് ഒരു നാട് മുഴുവനും പറഞ്ഞപ്പോഴും നബി തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, എനിക്കറിയാം എൻ്റെ ഭാര്യയെ. നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല, എൻ്റെ ആയിഷാനെ എനിക്ക് വിശ്വാസമാണെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എന്ന് പറയോ? ഇന്നങ്ങനെ പറയത്തില്ല. സ്നേഹമില്ലല്ലോ, ഒരു പുതപ്പിന്റെ കീഴിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു നിങ്ങൾ രണ്ടുപേരും. 2 മനസ്സാടോ? 2 മനസ്സാ, സ്നേഹമില്ല. നിങ്ങൾക്ക് കുടുംബജീവിതത്തിന്റെ വില എന്താന്ന് പോലും അറിയത്തില്ലല്ലോ, കുടുംബജീവിതത്തിന്റെ മഹത്വം എന്താന്ന് പോലും അറിയില്ല. പെണ്ണ് കിട്ടിയിട്ട് 30 കൊല്ലമായി അല്ലേ? കുടുംബ